കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെതിരെ അന്വേഷണം. അലക്സ് മാത്യു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് വിലയിരുത്തൽ. വിപുലമായ അന്വേഷണത്തിന് ഒരുങ്ങി വിജിലൻസ്. ആസ്തി വിവരങ്ങൾ അന്വേഷിക്കും. ബിനാമി ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷിക്കും. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. ആസ്തി വിവരങ്ങൾ സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിനാണല്ലോ ഇപ്പോൾ വിജിലൻസിന്റെ തീരുമാനം. എന്തൊക്കെയാണ് വിവരങ്ങൾ കൂടുതലായി? അതായത് അലക്സ് മാത്യു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ പ്രാഥമികമായ നിഗമനം. 29 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിലായി സ്ഥിര നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനു മുൻപും ഈ പരാതിക്കാരനായ മനോജ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിനു മുൻപും അലക്സ് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരാളിൽ നിന്ന് മാത്രമല്ല, നിരവധി ആളുകളിൽ നിന്നും അലക്സ് ഇതുപോലെ കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനമായി ഇവർ കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധനകളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം. എറണാകുളത്തെ ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ പരിശോധന നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു പുതിയ വീട് പണിയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയ ആളാണ് അലക്സ്. അപ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരു വീട് പണിയുന്നു എന്നുള്ളത് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ബിനാമി സ്വത്തിടപാടും അടക്കം ഉണ്ട് എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വരവിൽ കവിഞ്ഞിട്ടുള്ള സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വിജിലൻസിന് ബോധ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൈക്കൂലിയുടെ കാര്യത്തിലും വിജിലൻസിന് കൃത്യമായി തന്നെയുള്ള ചില ധാരണകളുണ്ട്. ഇവിടെ ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല, എറണാകുളത്ത് അടക്കം ജോലി ചെയ്ത സമയത്ത് കൈക്കൂലി നിരവധി പേരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു ഇത്തരമൊരു കേസായതിനാൽ തന്നെ, കൈക്കൂലി കേസും മറ്റുമൊക്കെ ആയതിനാൽ തന്നെ പരാതി നൽകാൻ പലരും മടിക്കുകയാണ് എന്നുള്ളതാണ് വിജിലൻസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. നിലവിൽ എന്തായാലും 29-ാം തീയതി വരെ കോടതി ഈ അലക്സ് ജോസഫിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങിയുള്ള മറ്റ് തുടർ നടപടികളും മറ്റുമൊക്കെ ഉണ്ടാവുക. നിലവിൽ എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് പുറത്തേക്ക് വന്നത്. ഈ അലക്സ് ജോസഫിൻ്റെ ഇന്നിപ്പോൾ മാതൃഭൂമി പത്രത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. വലിയ ആദർശധീരനായ ഒരു മനുഷ്യനായിരുന്നു ഈ പറയുന്ന അലക്സ് എന്ന് പറയുന്നയാൾ. മാറിവാനീസ് കോളേജിൽ 1985 കാലഘട്ടത്തിൽ KSUവിൻ്റെ കോട്ടകൊത്തളമായിരുന്ന ഒരു കാലത്ത് അവിടെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തി. ആ കോളേജിൻ്റെ ആദ്യ വർഷം മത്സരിച്ച് പരാജയപ്പെട്ടു. 2ാം വർഷം ഈ ആദർശം ഉയർത്തിക്കാട്ടി വിദ്യാർത്ഥികളുടെ പ്രീതി പിടിച്ചുപറ്റി ആ കോളേജിൻ്റെ ചെയർമാനായി നിരന്തരം ഇത്തരം വിഷയങ്ങളിലൊക്കെ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ പറയുന്ന അലക്സ് എന്ന് സഹപാഠികൾ ഓർത്തെടുക്കുന്നുണ്ട്. ഇന്ന് മാതൃഭൂമിയിൽ അത് സംബന്ധിച്ച് വിശദമായ ഒരു ലേഖനം ഉണ്ട് താനും. അങ്ങനെയുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് കൈക്കൂലി കേസിൽ ഇപ്പോൾ പിടിയിലാകുന്നത്. എന്തായാലും IOC ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുന്നതിലൂടെ കൂടുതൽ കൈക്കൂലിയുടെയും അതോടൊപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെയും വിവരങ്ങൾ വെളിയിൽ വരുമെന്നാണ് കരുതുന്നത്. മോദി.